ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. നീ പോടാ വെള്ള കുറഞ്ഞ മിണ്ടാരിക്കടി ഈനാമ്പേച്ചി, നിന്റെ എല്ലില്ലാത്ത നാവിന്റെ ചെലക്കിലിയാ നിർത്തി തരാടി. ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. വേണമെങ്കിൽ ജസ്റ്റ് ഉമ്മ വെക്കുന്ന പോലെ കാണിക്കാം. നടക്കുന്ന കാര്യം വല്ലതും പറയണം. ലിപ് ലോക്ക് എനിക്ക് പറ്റൂല. ഇയാളുടെ വൈഫ് നിന്ന് നിർബന്ധിക്കുവാണ്, ലിപ് ലോക്ക് ചെയ്യും, ലിപ് ലോക്ക് ചെയ്യും. എനിക്ക് കുഴപ്പമില്ലല്ലോ എന്ന്. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഇവരുടെ ഉദ്ദേശം ഇപ്പൊ മനസ്സിലായി. തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ നോട്ട് കാണുമ്പോ മനുഷ്യർക്ക് വരുന്ന ഓരോ മാറ്റങ്ങള്, വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര. പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിയിട്ടില്ല ഓരോന്ന് പത്രത്തിൽ വരുന്നത്. എന്നെ അതിന് കിട്ടത്തില്ലെന്ന് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. സീനും ഇയാള് വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല. ഇയാള് ലിപ് ലോക്ക് വേണമെന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കംഫോർട്ടബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് ഞാൻ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞപ്പോ അയാള് കുറെ നേരം മിണ്ടായിരുന്നു. അപ്പം അവരുടെ നാടകം കഴിഞ്ഞു. അതായത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഈ തെറുത്താത്ത കള്ളി മറ്റവൾക്ക് കൊടുക്കാനുള്ള വീഡിയോ ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നു. ഇവര് ആ മറ്റവള് ഇനിയിപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ ആൽബത്തിന് വിളിക്കുന്ന എനിക്ക് പേടിയുണ്ട്. കാരണം ഇവളുടെ പറവിലുള്ള ചതിക്കുലിയാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ആര് വിളിച്ചാലും ഞാൻ അറിയാവുന്നവരെ വിളിച്ചാൽ മാത്രമേ എന്റെ മാനേജറുമായിട്ട് കോൺടാക്ട് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. കാണാം വരട്ടെ ബൈ.